ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠം, നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. എല്ലാ കൂട്ടുകാരും ഈ പാഠം പഠിച്ചു കഴിഞ്ഞല്ലോ. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് ഒക്കെ കാണാത്ത കൂട്ടുകാരുടെയും കാണുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്, നമ്മുടെ ക്ലാസ് ടെസ്റ്റ്. അതിൽ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പരീക്ഷയാണ്. അത് മൊത്തം 25 മാർക്കിന്റെ ചോദ്യങ്ങളാണുള്ളത്. 5 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സമയമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സമയം എടുക്കുക, എന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. അത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് ടെസ്റ്റ് അഥവാ യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ഈ യൂണിറ്റിന്റെ ടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് മുമ്പ്, ചെയ്ത് നോക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നുള്ള പാഠം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ആ ചാപ്റ്റർ അറിയില്ലെങ്കിൽ അതിന് ക്ലാസ് ഉണ്ട്, കാണുക. നമ്മുടെ ഫുൾ ചാപ്റ്റേഴ്സ് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോങ് ഹോങ് ടൂട്ട് എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിന്റെ റീഡിംഗ് വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ബിഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ കാണുക. അപ്പോൾ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. എന്താ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന്? ഇതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. എന്താ ചെയ്യേണ്ടത്? കളർ ദ പിക്ചർ. പിക്ചർ ഏതാണ്? നമ്മൾ ചിത്രത്തിലുള്ള പിക്ചർ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ഇതൊരു വെഹിക്കിൾ ആണ് അല്ലെ, ഒരു വാഹനമാണ്. അപ്പൊ നിങ്ങൾ പഠിച്ച ഒരു വാഹനമാണ്. നമ്മുടെ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ടിൽ നമ്മൾ പഠിച്ച ഒരു വെഹിക്കിൾ ആണ്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ താഴെ ഒരു വര കാണുന്നില്ലേ? അവിടെ ദിസ് ഈസ് ഏതൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസ് കംപ്ലീറ്റും ചെയ്യണം. ഇവിടെയാണ് ഈ വെഹിക്കിളിന്റെ പേര് എഴുതണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 2, മാച്ച് ദി ഫോളോയിങ്. ഇവിടെ കുറെ വെഹിക്കിൾസ് ഉണ്ട് അല്ലെ, 5 വെഹിക്കിൾസും ഉണ്ട്. ആ വെഹിക്കിൾസിന്റെ, ആ വാഹനങ്ങളുടെ പേരുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം? ആ വെഹിക്കിൾസിന്റെ അതിന്റെ പേരുമായിട്ട് മാച്ച് ചെയ്യുക, ലൈൻ വരച്ച് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ചിത്രം കാണുമ്പോൾ ഏതൊക്കെയാണ് വെഹിക്കിൾസ് എന്നൊക്കെ മനസ്സിലായില്ലേ? പേരുകൾ ഒന്ന് വായിക്കാം. ട്രെയിൻ, എയ്റോപ്ലെയിൻ, ബോട്ട്, കാർ, സ്കൂട്ടർ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ചിത്രങ്ങളാണ്, ഏതൊക്കെയാണ് പേര് എന്നുള്ളത് മനസ്സിലായില്ലേ? കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പൊ ഇത് മാച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്തും കൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും വെഹിക്കിൾസിന്റെ പേരുകൾ, അതായത് സ്പെല്ലിങ്ങൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്പെല്ലിങ് ഓരോ വെഹിക്കിൾസിന്റെ, നമ്മൾ ബസ്സും കാറൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചു, നമ്മുടെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇതിലുള്ള എല്ലാ വെഹിക്കിൾസിന്റെ പേരുകളും നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ, നമ്മുടെ ബിഹൈവ് ആക്ടിവിറ്റി ബുക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വെഹിക്കിൾ ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ സ്പെല്ലിംഗ് കൂടെ പഠിക്കുക. അത് ഏതാണ് വെഹിക്കിൾ എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ മാച്ച് ചെയ്യില്ലേ? മനസ്സിലായല്ലോ? ആക്ടിവിറ്റി 2 സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് വലിയ ആക്ടിവിറ്റി ആയി തോന്നും, പക്ഷെ വളരെ ചെറിയ ആക്ടിവിറ്റി ആണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. കാറ്റഗറൈസ് ദി ഫോളോയിങ് വെഹിക്കിൾസ്. ഇവിടെ കുറച്ച് വെഹിക്കിൾസിന്റെ പേരുകളാണ് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് വെഹിക്കിൾസിന്റെ പേരുകളാണ്. നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലും അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ച കുറേ വെഹിക്കിൾസിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 10 വെഹിക്കിൾസിന്റെ പേര് ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെയെന്ന് ആദ്യം വായിക്കാം. ട്രെയിൻ, car, boat, aeroplane, jeep, helicopter, ship, bus, bicycle, jet. ഇപ്പൊ ഇത്രയും വെഹിക്കിൾസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എല്ലാ വെഹിക്കിൾസും കരയിലൂടെ, നമ്മുടെ റോഡിലൂടെ അല്ലെ, കര എന്ന് പറഞ്ഞാൽ റോഡ് അല്ലെങ്കിൽ കര എന്നൊക്കെ പറയുന്നത് ലാൻഡിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. ലാൻഡിലൂടെ പോകുക വെച്ചാൽ റോഡിലൂടെ പോകുന്നത്, നമ്മൾ കരയിലൂടെ പോകുന്നത്, അതൊക്കെ എന്താണ് ഈ കോളത്തിൽ എഴുതണം. അതുപോലെ വാട്ടറിലൂടെ പോകുന്ന വെഹിക്കിൾസ് ഉണ്ട് അല്ലെ, വാട്ടറിലൂടെ പോകുന്ന വെഹിക്കിൾസ് എന്ത് ചെയ്യണം? ഈ കോളത്തിൽ എഴുതുക. അതുപോലെ എയർ എന്ന് വെച്ചാൽ ആകാശത്തിലൂടെ പോകുന്ന വെഹിക്കിൾസ് ഇവിടെ എഴുതുക. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ വെഹിക്കിൾസിനെ ലാൻഡിലൂടെ പോകുന്നത് ഇവിടെ എഴുതണം, കരയിലൂടെ പോകുന്നത് ഇവിടെ എഴുതുക, വെള്ളത്തിലൂടെ പോകുന്ന വാട്ടറിലൂടെ പോകുന്ന വെഹിക്കിൾസിന്റെ പേര് ഇവിടെ നോക്കിയിട്ട്, സ്പെല്ലിംഗ് ഒന്നും തെറ്റാണ് നോക്കിയിട്ട് എഴുതുക. എയറിലൂടെ പോകുന്നത്, ആകാശത്തിലൂടെ പോകുന്ന വെഹിക്കിൾസിന്റെ പേര് ഇവിടെ എഴുതുക. മനസ്സിലായല്ലോ? അപ്പൊ സ്പെല്ലിംഗ് തെറ്റുകൂടാണ്ട് ഏതിലൂടെയാണ്, അതായത് എല്ലാ വെഹിക്കിൾസും ലാൻഡിലൂടെ പോവില്ല, എല്ലാ വെഹിക്കിൾസും വാട്ടറിലൂടെയോ എയറിലൂടെയോ പോകുന്നവയല്ല. അപ്പൊ എങ്ങനെയാണ് ഓരോ വെഹിക്കിൾസ് പോകുന്നത്, ഏതിലൂടെയാണ് ആ വെഹിക്കിൾസിന്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് ലാൻഡിലൂടെ പോകുന്നതും വാട്ടറിലൂടെ പോകുന്നതും എയറിലൂടെ പോകുന്നതുമായിട്ടുള്ള വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കില്ലേ? ഇത് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് കേട്ടോ. കാറ്റഗറൈസ് ചെയ്യുക പറഞ്ഞാൽ തരം തിരിക്കുക. ഇതുപോലെ ബ്രാക്കറ്റിൽ കുറച്ച് വാഹനങ്ങളുടെ പേര്
തന്നിട്ട് നിങ്ങളുടെ ഇതുപോലെ ഏത് കരയിലൂടെ പോകുന്നതാണോ വെള്ളത്തിലൂടെ പോകുന്നതാണോ അതോ എയറിലൂടെ പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണം. ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കില്ലേ നിങ്ങൾ? അത് 10 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ തെറ്റുകൂടാതെ ചെയ്തു നോക്കുക. അടുത്തത് ആക്ടിവിറ്റി 4 ആണ് കേട്ടോ. ആക്ടിവിറ്റി 4 ഇവിടെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഹോങ് ടൂട്ട് ടൂട്ടിൽ പഠിച്ച 2 വെഹിക്കിൾസിന്റെ ചിത്രവും നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. 2 വാഹനത്തിന്റെ ചിത്രവും ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആളെ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ, ഇത് ആരാണെന്ന് അല്ലേ? ബസ് ആണ് അല്ലേ? അപ്പൊ ബസ് ഇവിടെ പറയുന്ന 3 സെന്റൻസുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? I am a bus. യെല്ലോ ബസ്. യെല്ലോ പറഞ്ഞത് നിറമാണ് കേട്ടോ, മഞ്ഞ കളറിന്റെ യെല്ലോ എന്നാ പറയാ. I am big, ഞാൻ വലുതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബസ്സാണ് ഈ 3 സെന്റൻസ് പറയുന്നത് അല്ലെ? അപ്പൊ ഇതുപോലെ ഈ കാറ് പറയുകയാണെങ്കിൽ ഇത് ഏതാ വെഹിക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഇത് ഏത് വാഹനം? ആ കാർ അല്ലെ? ഈ കാറ് പറയുന്നതായിട്ടുള്ള 3 സെന്റൻസുകൾ ഇതുപോലെ എന്ത് ചെയ്യണം? ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എഴുതുക. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ കളറൊക്കെ മാറ്റണം. കളറുടെ യെല്ലോ അല്ല, വേറെ കളറിനൊക്കെ നിങ്ങൾ പഠിച്ച കളറിന്റെ പേര് തന്നെയാണ്. അതുപോലെ ബിഗ് ആണോ സ്മോൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഇവിടെ എഴുതാൻ. ഇതുപോലെ I am a bus, a yellow bus, I am big എന്ന് ബസ് പറയുന്നു. അതുപോലെ കാർ എന്തായിരിക്കും പറയുക? അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഫിൽ ചെയ്യേണ്ടത്. ഇവിടെ ഈ വരികളിൽ എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? നമ്മൾ ചെറിയ സെന്റൻസുകൾ എഴുതാൻ കൂടിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മൾ ചെറിയ വാക്കുകളൊക്കെ എഴുതാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ചെറിയ സെന്റൻസ്, സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സെന്റൻസുകൾ കൂടെ നമ്മൾ എഴുതാൻ പഠിക്കുകയാണ്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്തത് ആക്ടിവിറ്റി 5. വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. 5ാമത്തെ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിന്റെ അവസാനത്തെ ആക്ടിവിറ്റി, 5ാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ, എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ മിസ്സിംഗ് പാർട്ട്. ഇവിടെ ഒരു ബസ്സിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഈ ബസ്സിന്റെ ഒരു ഭാഗം ഏതോ ഒരു ഭാഗം വരച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് വരയ്ക്കണം. ഏതാണോ വിട്ടുപോയ ഭാഗം, മിസ്സിംഗ് പാർട്ട് എന്ന് വെച്ചാൽ വിട്ടുപോയ ഭാഗം ഏതാണ്? അതായത് നമുക്കറിയാം ബസ്സിന്റെ പാർട്സ് എന്താണെന്നൊക്കെ നമ്മുടെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. ഹോണ്, ലൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? വീൽസ് ഒക്കെ. അപ്പൊ അതേപോലെ ഈ ചിത്രത്തിൽ എന്താണ് ഈ ബസ്സിന് ഇല്ലാത്ത ഭാഗം ഏതാ? ഇവിടെ കാണിച്ചിട്ടുണ്ട് ഏതാന്ന്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അങ്ങനെ വരച്ചിട്ട് ആ ബസ്സിന്റെ ചിത്രം പൂർത്തിയാക്കിയിട്ട് അത് ഏത് ഭാഗമാണ് ഇല്ലാതിരുന്നത്, ചിത്രത്തിൽ ഏത് ഭാഗമാണ് ബസ്സിന് ഇല്ലാതിരുന്നത്, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതായത് the bus has no, അതായത് ആ ബസ്സിന് അതില്ല. ഏത് ഭാഗമാണ് ഇവിടെ ഇല്ലാത്തത്? അത് അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? മിസ്സിംഗ് പാർട്സ് വരയ്ക്കുക. എന്നിട്ട് ആ വിട്ടുപോയ പാർട്ട് ഏതാന്നുള്ള പേര് ഇവിടെ എഴുതുക. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ 5 ആക്ടിവിറ്റീസ്. യൂണിറ്റ് ടെസ്റ്റിലെ 5 ആക്ടിവിറ്റീസ്. വളരെ എളുപ്പമായിട്ടുള്ള 5 ആക്ടിവിറ്റീസ് അല്ലേ? എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും 5 ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോങ് ടൂട്ടിന്റെ നമ്മുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റീഡിംഗ് വീഡിയോ, അതായത് നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീഡിംഗ് വീഡിയോയും അതേപോലെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടിവിറ്റി, നമ്മുടെ ബിഹൈ ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ആക്ടിവിറ്റീസിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മുടെ മാത്സ്, മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കുള്ള ഗണിതം, അങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണുക. അപ്പൊ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. യൂണിറ്റ് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീണ്ടും തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ചെയ്ത് നോക്കുക. അപ്പൊ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.